എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര പണിയെടുത്തിണ്ടാവില്ല. എന്റെ അമ്മോ, എനിക്ക് വയ്യേ. ആയി ശരി, ഇവിടെ കിടക്ക സജിനെ. സജിൻ ചത്ത്. എണീച്ച് വാടാ. ഇങ്ങനെ കിടന്ന എങ്ങനെ ശരിയാവാ? എടാ ഞാനൊന്ന് കിടക്കട്ടടാ, വയ്യ. എനിക്ക് എണീച്ച് നടക്കാനുള്ള ആരോഗ്യം വേണ്ടേ? അപ്പൊ നീ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. നീ എന്റെ ജീവിതത്തിൽ ഞാൻ കല്യാണം കഴിക്കൂല. അമ്മേ, ഇനിയിപ്പൊ റിസപ്ഷൻ ഇല്ലേ? അതിന് മാറ്റണ്ടേ? വാ എന്നാ. വേഗം വാ. ഈ പരിപാടി നമുക്ക് വേഗം തീർക്കണം കേട്ടോ. എനിക്കാവൂലേ? അതന്നെ. ഒരു 12 മണി വരെയൊക്കെ മതിട്ടോ. എന്റെ ഉമ്മോ, 12 മണി വരെ ഒന്നും വേണ്ട. ഒരു 10:30 ആകുമ്പോ നിർത്താം. ഗസ്റ്റ് ഒക്കെ പോകുന്നത് നോക്കട്ടെ, അതിനനുസരിച്ച് നിർത്താം. എന്നാ നീ വാ. വരുന്നു. അതെന്താ അതുകൊണ്ട് നടക്കണ്ടേ? ഇതൊക്കെ ഒരു കഴിവാണടാ. അല്ല, നിങ്ങൾക്ക് രണ്ടൊക്കെ ഒരേ കളറിലെടുത്തേ. ഇതെന്തുറ്റി? അത് ഇവളെ പണിയാ. അത് ഇസ്തിരിട്ടതാ, കരിഞ്ഞു. ബെസ്റ്റ്. ഇവളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്ത് നോക്കി ഇസ്തിരിടാൻ? അതിപ്പോ ഞാൻ അറിഞ്ഞോ കരിഞ്ഞു എന്ന്? എന്താ ചേച്ചി, വാ താഴെ വാ. വാ അർജുനെ. എന്തേ? നിനക്കെന്ത് പറ്റി? ഒന്നും പറ്റിയില്ലല്ലോ. ഒന്നും പറ്റിയില്ല? എന്റെ മുഖത്തേക്ക് നോക്ക്. എന്തേ? നിനക്ക് ഒന്നും പറ്റിയില്ല? ഇല്ലടാ. എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നതിന്റെ? അത് ഞാൻ ഭയങ്കര ടയേർഡാ, അതുകൊണ്ടായിരിക്കും. വയ്യ നിനക്ക്? കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാടാ എന്നോട് കള്ളം പറയുന്നേ? വയ്യ, നീ എവിടെ ഇരിക്കുക? പനിക്കുന്നുണ്ടോ? അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെന്തു പറ്റി? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ടയേർഡാ. എനിക്ക് എവിടെങ്കിലും കിടന്നാ മതി. നീ ഇവിടെ ഇരിക്കേ. വേണ്ട, കുഴപ്പമില്ല. കുറെ ആൾക്കാർ വരുന്നില്ലേ? അതിനെന്താ, നീ ഇവിടെ ഇരുന്നേ. അർജുനെ, വെള്ളം എന്ത് വേണോ? വേണ്ട, ബാ ഇവിടെ ഇരിക്കാം. ഇരിക്കേ. അത് ശരി, ഇവിടെ നിക്ക. എന്ത് ചെയ്യാ? ഞാൻ എന്റെ ഫോണിൽ ആരൊക്കെ വിളിച്ചിട്ടുണ്ട് നോക്കിയതാ. നീ എപ്പോ ഈ റൂം കയറി? ഇപ്പൊ നമ്മളൊന്നും ശ്രദ്ധിക്കാൻ ആരില്ലല്ലോ. അതെന്ത് വർത്താനാ ചിന്നുവോ? ശ്രദ്ധിച്ച് പറ. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ശ്രദ്ധിക്കണ്ട. ഞാൻ പോവാ. പോലെ 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 പറ, എന്താ പ്രശ്നം? എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായി തിരയുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിന്ന് ഫോൺ എടുത്ത് നോക്കാനേ നേരം കിട്ടിയില്ല. അപ്പൊ ഞാൻ ഫോണിൽ ആരൊക്കെ വിളിച്ചിട്ടുണ്ട് നോക്കിയതാ. എന്നിട്ട് ആരൊക്കെ വിളിച്ചിട്ടുണ്ട്? അങ്ങനെ പ്രത്യേകിച്ച് ആരും വിളിച്ചിട്ടില്ല. എന്തേ? അല്ല, പറയാൻ പറ്റില്ല. ഇനിയിപ്പൊ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ വിളിക്കാൻ? ഡി വേണ്ടേ. ഞാൻ അടിച്ചിടയിലൊക്കെ എന്നോട് അടിക്കുന്ന ഒരു ചാൻസ് കിട്ടിയപ്പോ. മോൻ താഴേക്ക് വരുന്നില്ലേ? അതൊക്കെ വരാം. അല്ല, നിനക്ക് ഈ ഡ്രസ് അല്ലല്ലോ എടുത്തേ. നമ്മൾ ഒരേ കളറിലെടുത്തേ. ഇതെന്തു പറ്റി? അതൊരു അബദ്ധം പറ്റിയതാ. എന്താ അബദ്ധം? ഞാൻ ആ ഡ്രസ് ഒന്ന് ഇസ്തിരിട്ടതാ, കരിഞ്ഞുപോയി. നല്ല ആളാ. നശിപ്പിച്ചല്ലേ? ചെറുതായിട്ട്. ഇല്ല, അധികം ഒന്നും കരിഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ. ചേട്ടന് ഇതേ കളർ ഷർട്ട് ഉണ്ടോ? ഇല്ല, എനിക്ക് ഈ കളറേ ഇഷ്ടമല്ല. അതെന്ത് പറച്ചിലാണ്? അപ്പൊ ഇത് രസമില്ല? രസത്തിന് കുറവൊന്നുമില്ല. പിന്നെ നീ എതിട്ടാൻ സുന്ദരിയാണല്ലോ. അയ്യടാ, താഴേക്ക് വരാൻ നോക്ക്. സോപ്പിട്ട് നിക്ക കള്ളൻ. നിന്റെ മറ്റവൻ. അതെന്നെയാ പറഞ്ഞ്. വാ. വരുന്നു. നീ പോയിക്കോ, ഞാൻ വരാ. ഒരുമിച്ച് പോയാ മതി. എന്നാട് 5 മിനിറ്റ് നിക്ക്. ഒന്ന് വാ. 5 മിനിറ്റാ? അല്ല, അർജുനനെയൊക്കെ താഴെത്തിയോ? അവരൊക്കെ എപ്പോഴോ താഴെത്തി. ആൾക്കാരൊക്കെ എത്ര നേരം വരാൻ തുടങ്ങിയിട്ടെന്നറിയോ? ആണോ? എന്നാ വരാം. നടക്ക്. വാ. എനിക്കെന്റെ പല്ല് വേദന എടുക്കുന്നു. എനിക്കെന്റെ മേല് മൊത്തം വേദന എടുക്കുന്നുണ്ട്. അപ്പഴാ അവളൊരു പല്ല്. ഏത്? അതാ അത്. എന്റെ പൊന്നു മോളെ, നീ ദയവ് ചെയ്ത് ഇതാരാധാരാ എന്നോട് ചോദിക്കരുതേ. എനിക്ക് പോലും അറിയാൻ എനിക്ക് ഇത്ര കുടുംബക്കാരുള്ള കാര്യം. ഞാൻ തന്നെ ഇന്നാ അറിയുന്നത്. നല്ല ആളാ. നിനക്കൊക്കെ കുടുംബക്കാർ കൂടി പോയതിന്റെ പ്രശ്നം. നീ ചോദിച്ചതാരാ? ആ നിൽക്കുന്ന ചെക്കൻ. അതാരാ? എന്തിനാണ് പറഞ്ഞിട്ട്? നല്ല ഭംഗിയുള്ള ചേട്ടൻ. അതെന്താടി, എന്നെ ഭംഗിയില്ലേ? ആ ചേട്ടൻ അത്ര ഭംഗിയൊന്നും എനിക്കില്ല. ആഞ്ഞോ? പറ. ഞാൻ ആ ചേട്ടനെ നോക്കട്ടെ. എടി, നിന്റെ കല്യാണം കഴിഞ്ഞിട്ടോ? നിർത്തിക്കോ ഈ കോഴിത്തരം. ദേഷ്യം വരുന്നുണ്ടല്ലേ? ഉണ്ടെങ്കി എന്നാ നിന്റെ ആ ശരണ്യനോട് ഇറങ്ങിന്നോളാൻ പറ. അവളടുത്ത് വരുമ്പോ എനിക്ക് ഇതേ ദേഷ്യം തന്നെ വരുന്നേ. നിനക്ക് മാത്രല്ല മോനെ, എനിക്ക് നിന്നെ ദേഷ്യം മുടിപ്പിക്കാൻ പറ്റും. കേട്ടല്ലോ? ആയിക്കോട്ടെ. എടി, ആ അമ്മായിമാരെന്താ കാണിക്കുന്നേ? ആർക്കറിയാം, കൊറേ നേരമായി. ഹായ്, നല്ലൊരു അടിപൊളി പെൺകുട്ടി. ഇവരൊന്നും ഞാൻ നേരത്തെ കണ്ടില്ലല്ലോ ഈശ്വരാ. നേരത്തെ കണ്ടിരുന്നെങ്കി എനിക്ക് ഒന്ന് നോക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. ഡി വേണ്ടേ, ഈ വിഷയം വിട്. നമ്മൾ രണ്ടാളും നല്ല മാച്ചാ. എന്താ അങ്ങനെ? എനിക്ക് നിന്നെ എത്ര വേണമെങ്കിലും ഊക്കാലോ. നിനക്ക് തിരിച്ചു ഊക്കാൻ അറിയാത്തോണ്ട്. എന്നാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആയിക്കോട്ടെ. അർജുനെ, എന്താണ്? അതാരാ നോക്ക്. ആരാ? വന്നോ? ഞാൻ വിചാരിച്ചു വരൂലെന്ന്. ഇവരാരാ വിളിച്ചേ? ഞാൻ തന്നെ.
എന്തിന്? അതൊക്കെ ഉണ്ട്. എടാ നീ കളിക്കല്ലേ, അവരെന്നെ എങ്ങനെ ഇവിടെ കൊണ്ടുപോയെന്ത് ചെയ്യും? മോളെ, നിന്റെ കഴുത്ത് കിടക്കുന്നതേ വെറും മാലയെന്നല്ല, അത് ഞാൻ കെട്ടിച്ചതാ. അവര് തൊട്ടു നോക്കട്ടെ നിന്നെ, ബാക്കി ഞാൻ ചെയ്തോളാം. എടാ നീ എന്തേ ചെയ്യുന്നേ? ഇതിപ്പോ ഒരു അടിയാവും. ഇങ്ങോട്ട് അടിക്കാൻ വന്നാൽ തിരിച്ചെന്തായാലും അടിക്കണം മോളെ. ദേ അവരിങ്ങോട്ട് വരുന്നു. വാ, ബഹുമാനിച്ചേക്കാം. അർജുനെ, എനിക്ക് പേടിയാവുണ്ട്. നീ പേടിക്കല്ലടോ, ഞാനില്ല ഇവിടെ. ഹായ്, സുഖല്ലേ? വരുന്ന് ഞാൻ വിചാരിച്ചില്ലട്ടോ. ഞങ്ങളെ മോളെ കല്യാണത്തിന് ഞങ്ങൾ വരണ്ടേ? ഓ, നിങ്ങളെ മോളായിരുന്നല്ലേ? ആഹാ, ഞാനിപ്പോഴാട്ടോ അറിയുന്നത്. അർജുനെ, എന്താ മുത്തേ? ഒന്ന് മിണ്ടാതിരുന്നേ. എന്താ ആന്റി, വായ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണോ? അല്ല, അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിരുന്നേ, ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. അച്ഛാ, അച്ഛനൊന്നും പറഞ്ഞില്ല. അല്ല, അച്ഛാന്ന് വിളിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമുണ്ടേ പറയണേ, വേറെ വിളിക്കാം. കുഴപ്പമൊന്നുമില്ല, വിളിച്ചോ. ഹാപ്പി മാരീഡ് ലൈഫ്. ആ, അളിയ സുഖല്ലേ? കണ്ടിട്ടെന്താ തോന്നുന്നേ? ഞാൻ അനുഭവിച്ചോളാട്ടോ. അല്ല, നിങ്ങൾക്ക് ഇനി ഞാൻ പറയാണ്ടോ? ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ച് കേട്ടല്ലോ. അനു, എന്തമ്മേ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. അവക്ക് ഒരു കുഴപ്പമില്ല, അവളിവിടെ അത്രേ ഹാപ്പിയാണ്. അപ്പൊ ശരി, എന്നാ കാണാം. ശരി. പോട്ടെ അനു. എന്തുറ്റി? സങ്കടായോ അവരെ കണ്ടപ്പോ? ഇല്ല. ഇല്ലേ? അത്ഭുതമാണല്ലോ. ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നേ? അവരെന്നെ അത്ര ഉപദ്രവിച്ചിട്ടില്ലേ? യെസ്, ഇതാണ് എനിക്ക് വേണ്ടത്. പിന്നെ എന്റെ കൂടെ നീ ഇല്ലേ? പിന്നെന്തിനാ ഞാൻ സങ്കടപ്പെടുന്നേ? എന്താ പറഞ്ഞേ? എന്റെ കൂടെ നീ ഇല്ലേ? ഉണ്ടാവല്ലോ അല്ലേ? കോരങ്ങ. എനിക്കിപ്പോഴാണ് സമാധാനായത്. അതെന്താ? അല്ല, നിനക്ക് അവരെ കാണുമ്പോ സങ്കടം വരുന്നില്ല, പിന്നെ ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം വന്നല്ലോ. താങ്ക് യു. വെൽക്കം. എന്നാ ഇരുന്നാലോ ഹിറ്റ്ലറെ? ആയിക്കോട്ടെടാ കോരങ്ങ. വന്നല്ലോ. നീ എന്താടാ ഉള്ളോട്ട് വരാത്തെ? എനിക്കിങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യുന്നതിൽ പഴയ സെയിം സ്വഭാവം തന്നെ അല്ലേ? ഒരു വ്യത്യാസമില്ലല്ലോ. അതൊന്നും മാറിയിട്ടില്ല. അപ്പൊ നീ ഷൂട്ടിനൊക്കെ പോകുമ്പോ എന്ത് ചെയ്യും? ഷൂട്ടിനൊക്കെ പോകുമ്പോ അഭിനയിക്കുമ്പോ ഡയലോഗ് പറയാന്നല്ലാതെ അങ്ങനെ സംസാരിക്കലൊന്നുമില്ല. നിന്റെ ലുക്ക് മാത്രമേ മാറിയിട്ടുള്ളൂ, വേറെ ഒന്നും മാറിയിട്ടില്ല. നമ്മൾ രണ്ടാളും മാച്ചിങ് ആണല്ലോ. ഇവിടുത്തെ കളർ കോഡ് ഗ്രീനാ. ഓ, എന്തായാലും നല്ല രസം കിട്ടോ. നിന്നെ ഇത് മിഥുന്റെ. നിങ്ങൾക്ക് ചേട്ടനെ ഇപ്പൊ മാറ്റി ഇടാനൊക്കെ പറ്റുമോ? 2-3 വയസ്സിന്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അവന്റെ ഞാൻ എടുത്തിടലുണ്ട്. ചിന്നു, ഞാൻ ചോദിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തേ? നമുക്കൊരു സെൽഫി എടുക്കാം. അതിനെന്താ? എന്റെ ഭാഗ്യല്ലേ ഇത്രയും വലിയൊരു ആക്ടറിനോട് സെൽഫി എടുക്കാൻ. അത്ര വലിയ ആക്ടറൊന്നും ആയിട്ടില്ല. ആവട്ടെടോ, ഫസ്റ്റ് സെൽഫി ഞാൻ എടുക്കാം. ഞാൻ എടുത്തോട്ടെ? അതിനെന്താ, എടുത്തോ. ഓ, ഈ ചിന്നു ഇത് എവിടെ പോയി കിടക്ക? ഈ പെണ്ണ് ഇത് എവിടെ പോയി കിടക്കാണാവോ? അതാരാ? അത് ചിന്നു അല്ലേ? അവളെന്താ അവന്റെ കൂടെ? ഒന്ന് ചിരിക്കടോ. ഞാൻ ചിരിച്ച രസം ഉണ്ടാവൂല, നീ ഇങ്ങനെ എടുക്ക്. ആര് പറഞ്ഞു? ഒന്ന് ചിരിക്കി. വേണ്ട, ഇങ്ങനെ എടുക്ക്. എന്നാ നീ പറയുന്ന പോലെ എടുക്കാം. സെൽഫി എടുക്കുന്നല്ലേ? ഇതാരപ്പോ? അറിയാത്ത ഏതോ നമ്പർ എന്നാണല്ലോ. ഇതേതോ ഫോട്ടോ? ഇത് ഇവരല്ലേ? അപ്പൊ ചിന്നു, നീ എന്നെ ചതിക്കായിരുന്നല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, എന്നേക്കാ മുന്നേ അവൾക്ക് പരിചയമാണല്ലേ. ഞാനിനി ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, പോവാ. ഞാൻ പോട്ടെ, സജിനേട്ടൻ അന്വേഷിക്കും. ശരി. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫോണിലേക്ക് വിളിക്കണ്ട കേട്ടോ. നിനക്കെന്ത് ആവശ്യം ഉണ്ടെങ്കിൽ നീ മെസ്സേജ് ഇട്ടോ. അതെന്താ? അല്ല, എനിക്ക് വേറെ ആൾക്കാരെ കോൾ ചെയ്യാനുണ്ടാവും. ഏതാ? ലവറിനായിരിക്കും അല്ലേ? അതെ. എന്നാ ശരി, പോട്ടെ. ശരി, കാണാം. ഓക്കെ. എനിക്ക് വിശന്നിട്ട് വയ്യ. എനിക്കും. ആയോ, മറന്നുപോയി. എന്ത് മറന്നുപോയി? ഞാനേ ഈ സ്റ്റേജിന്റെ മുകളിൽ കയറുന്നതിന് മുന്നേ കുറച്ച് കടലെടുത്ത് പോക്കറ്റിലിടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കടലയോ? അതെന്തിനാ? കടൽ എന്തിനാ ഉപയോഗിക്കാ? തിന്നാൻ. എനിക്ക് വിശന്നിട്ട് കുടല് കരിയുന്നേ. എടാ അർജുനെ, വാ, ഫുഡ് കഴിക്കണ്ടേ? വന്നല്ലോ. വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു നിന്നെ. വാ, ഫുഡ് കഴിക്കാം. നിനക്കെന്ത് പറ്റിയടാ? എന്തു പറ്റാൻ? ഒന്നും പറ്റിയില്ലല്ലോ.
മുഖമൊക്കെ വല്ലായിരിക്കണ്ടല്ലോ. കരഞ്ഞോ? ഞാൻ എന്തിനു കരയാനാ? നിന്റെ മുഖം എന്തോ പോലെ, അതുകൊണ്ട് ചോദിച്ചതാ. അത് ചിലപ്പോ ടയേർഡായിട്ടാവും. രാവിലെ മുതൽ തുടങ്ങിയതല്ലേ. നിന്റെ മുഖത്തൊക്കെ ഉണ്ട് ക്ഷീണം. വാ, ഫുഡ് കഴിച്ചാൽ കിടന്നുറങ്ങാലോ. വരാം. അർജുനെ വാ, പോവാൻ എനിക്ക് വിശക്കുന്നു. വാ. എന്തേ? എന്ത്? ഒന്നുമില്ല. എന്നോട് പറയാൻ പറ്റാത്ത കാര്യ? എന്ത് കാര്യടാ? സജിനെ, നിന്റെ മുഖം കണ്ടറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ സംഭവം? ഞാൻ പിന്നെ പറഞ്ഞുതരാം. നീ ഫുഡ് കഴിക്കാൻ വാ. അത് ശരി, ചേട്ടൻ ഇവിടെ നിൽക്കാ? എന്തേ? അർജുനേട്ടന്റെ റൂമൊക്കെ കാണിച്ചെടുക്കണ്ടേ? വാ. ആ വരാ. ചേട്ടൻ എന്ത് പറ്റി? വയ്യേ? ഒന്നുമില്ലടാ. ഒന്നുമില്ലാത്തൊന്നല്ല, എന്തുണ്ടല്ലോ? എന്ത് പറ്റി? അതൊരു ചെറിയ തലവേദന, അതുകൊണ്ടായിരിക്കും. ഗുളിക എന്ത് വേണോ? വേണ്ട, ഞാൻ വരാം. നീ പോയിക്കോ. വേഗം വാട്ടോ. വരാ. എന്തോ പ്രശ്നം ഉണ്ടല്ലോ. ചിന്നുവിനോട് ചോദിച്ചു നോക്കാം. ഞാനെന്തിനാ കണ്ടവരാലോചിച്ച് വിഷമിക്കുന്നേ? ചിലതങ്ങനെ എനിക്കുള്ളതായിരിക്കില്ല, അതുകൊണ്ടേക്കും എനിക്ക് കിട്ടാത്തത്. എന്തായാലും അർജുനെയും കൂടി സങ്കടപ്പെടുത്തണ്ട, വെറുതെ പോവാ. കണ്ണ് തുറക്കരുത് കേട്ടല്ലോ. എടാ, എന്നെ എവിടെ കൊണ്ടുപോവാടാ? കിണറ്റിലൊന്നും തള്ളിയിട്ടേക്കല്ലേ. ഈശ്വര, എന്നെ കൊല്ലം കൊണ്ടുപോകുന്നേ. ഇനി കണ്ണു തുറന്നോ. എന്താടാ ഇത്? അടിപൊളി. ഹായ്, നല്ല ഭംഗിയുണ്ട്. ഇനി നീ ഇവിടെ ഇരുന്നോ കേട്ടോ. ഞാൻ അടുത്ത ആളെ വിളിച്ചോണ്ട് വരാം. വാ. അയ്യോ, ബെഡ് കണ്ടിട്ട് കിടക്കാൻ തോന്നുന്നേ. എന്റെ തല അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയുന്ന പോലും ഇല്ല. മീര, ഇത് എങ്ങോട്ടത്? ചേച്ചി നടക്ക് ചേച്ചി. വീഴല്ലേ? അതാ എനിക്കും പറയാനുള്ളത്. വീഴല്ലേ? എത്തി. ഇനി ചേച്ചി പതുക്കെ റൂമിലേക്ക് കയറി കേട്ടോ. ശരി. ഇതാര് സെറ്റ് ചെയ്തേ? വന്നോ? ഇതെന്താ അർജുനെ? ആർക്കറിയാം, ഓരോ പരിപാടിയാണ് ഇതൊക്കെ. അയ്യോ, നല്ല ഭംഗിയുണ്ട്. കിടന്നോ, ഉറങ്ങാ. എനിക്ക് വയ്യ. വേഗം. എനിക്കും തീരെ വയ്യ. എന്നാ കിടന്നോ. സജിനേട്ട ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇതെന്തു പറ്റി? ചേടാ, എന്താ കട്ടാക്കുന്നേ? ചെലപ്പോ കല്യാണത്തിന്റെ തിരക്കൊക്കെ ആയിരുന്നില്ലേ, വയ്യായിട്ടായിരിക്കും. നാളെ വിളിക്കാം. ചിന്നു, നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ? ചിലപ്പോ അവന്റെ അത്ര ഒന്നും ഉണ്ടാവില്ല ഞാൻ. അല്ലേലും അവളും ഞാനും തീരെ മാച്ചൊന്നുമല്ല.